എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻസ്റ്റയിൽ കണ്ടൊരു റീല് മത്തി കൊണ്ടുള്ളൊരു വിഭവം, അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുവരാം. ഞാൻ 8 മത്തി കഴുകി വൃത്തിയാക്കി വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു ഫ്രൈ പാനിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടി മിക്സ് ചെയ്യുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ഫ്രൈ പാനിലേക്ക് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഉപ്പ് കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷമാണ് അതിലേക്ക് വേണ്ടുന്ന ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും ഇഞ്ചിയും കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടെ ചേർക്കുന്നുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ മസാല നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ഗ്യാസ് ഓൺ ചെയ്ത് ഈ മുളകൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാം. നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വാളംപുളി പിഴിഞ്ഞ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചില്ലി ഫ്ലെക്സും അതുപോലെ തന്നെ വാളംപുളി പിഴിഞ്ഞതും എല്ലാം കൂടെ നല്ല അടിപൊളി ഗ്രേവി ആയിട്ടുണ്ട്. നല്ല മണവും ഉണ്ട്. ഇത് നോക്കിയാൽ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മത്തി ഇട്ട് കൊടുക്കാം. മത്തിയിലേക്ക് മസാല നല്ലവണ്ണം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇതിന്റെ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഭാഗം ഒന്ന് തിരിച്ചിടാം. നോക്കി അല്പം തീ കൂട്ടി വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഒന്നുകൂടി വേവിച്ചെടുക്കാം. നമ്മുടെ മത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് നോക്കാം. നമ്മുടെ മത്തിയുടെ മസാലയൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഈ മത്തി ഫ്രൈയും കൂട്ടി ഒന്ന് കുറച്ച് ചോറ്. നല്ല സ്പൈസി ആയിട്ടുള്ള മത്തി വറുത്തതാണ്. ഉള്ളിയൊക്കെ പിടിച്ച് നല്ല അടിപൊളിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക.